സ്പോട്ട് ലൈവ് തുടരുന്നു. തൃശൂർ ചിൽഡ്രൻസ് ഹോമിൽ 17-കാരനെ 15-കാരൻ അടിച്ചു കൊലപ്പെടുത്തി. UP സ്വദേശി അങ്കിതാണ് ചുറ്റിക കൊണ്ട് അടിയേറ്റ് മരിച്ചത്. സംഭവത്തിൽ ചിൽഡ്രൻസ് ഹോമിലെ കെയർടേക്കർമാർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം കേസിന്റെ തുടർ നടപടികൾ നടക്കുമെന്ന് കമ്മീഷണർ R. ഇളങ്കോ അറിയിച്ചു. കെയർടേക്കർമാർ രണ്ടുപേർ ഈ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അന്വേഷണത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം വന്നതിന് ശേഷം അവർക്കെതിരെ നടപടി വേണമെന്നുള്ളത് അതിൽ തീരുമാനിക്കും. ഇതിലിപ്പം പ്രതിയായിട്ടുള്ള കുട്ടിയും പ്രായപൂർത്തിയാകാതെ കുട്ടിയായതുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം നടപടികൾ ചെയ്തു വരുന്നുണ്ട്. എന്നാലും ഒരു കൊലപാതക കേസിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെ അതിൻ്റെ തെളിവെടുപ്പും കാര്യങ്ങളും അതിനുവേണ്ടിയുള്ള സീൻ ഗാർഡ് ചെയ്തിട്ടുണ്ട്. ഇനി സയൻറ്റിഫിക് ആയിട്ടുള്ള പരിശോധനകളും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകും. ഇതിനകത്ത് വീഴ്ച എന്തെങ്കിലും സ്വാഭാവികമായിട്ട് ഇവരെ കുട്ടികളൊപ്പം കെയർടേക്കർമാരുണ്ടാവണമല്ലോ, അവരൊപ്പം കുട്ടികളോടൊപ്പം 24 മണിക്കൂറും ഓരോ കുട്ടിക്കും ഓരോ കെയർടേക്കറിൻ്റെ രീതിയിൽ ഉണ്ടാകുന്നുണ്ട് എന്നല്ല നാം ഉദ്ദേശിക്കുന്നത്. കെയർടേക്കറിൻ്റെ പ്രവർത്തനം എന്താണ്, അവരെന്താ ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ് ചെയ്യണം. 12 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ കുറ്റകൃത്യം ചെയ്യാൻ ലീഗലി സാധിക്കും. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ആ കുട്ടികൾക്ക് തന്നെയാണ്. ജുവനൈൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ ഉത്തരവാദിത്തം ആ കുട്ടികൾക്ക് തന്നെയാണ്. അപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പറയുന്ന ആ മാനദണ്ഡങ്ങൾ പാലിച്ച് അതിൻ്റെ ശിക്ഷാ നടപടികൾ അതനുസരിച്ച് ഉണ്ടാവും എന്നല്ലാതെ ഈ കുട്ടികളിൽ നിന്ന് കെയർടേക്കറിൻ്റെ തലയിലേക്ക് ഉത്തരവാദിത്തം പൂർണ്ണമായിട്ട് ലീഗലി നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. ലീഗലി നമുക്ക് ഈ കുട്ടീൻ്റെ ഉത്തരവാദിത്തം എന്താണെന്ന് അതിൻ്റെ തെളിവും ശേഖരണവും നമുക്ക് കൊണ്ടുവരും. 12 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് കുറ്റകൃത്യത്തിന്റെ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് തൃശൂരിൽ നിന്നും വിശദാംശങ്ങളുമായി. ആജ്ഞ, എന്താണ് അവിടെ സംഭവിച്ചത്? ടോം, ഇന്നലെ വൈകുന്നേരമാണ് ഇവര് തമ്മിൽ തർക്കമുണ്ടാകുന്നത്. അത് ഈ 17-കാരനെ കാണാൻ ഭംഗിയുണ്ടല്ലോ, നീ എന്ത് ഫേസ് വാഷ് ആണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു തുടങ്ങിയ ഒരു സംസാരം ചെറിയ തർക്കത്തിലേക്ക് മാറുന്നു. അത് പിന്നെ വലിയ തർക്കമാകുന്നു. ഈ 17-കാരൻ 15-കാരന്റെ മുഖത്തിടിക്കുന്നു. ആ ഒരു തർക്കം വളർന്ന് വലുതായതാണ് ഇന്ന് നടന്ന ഈ കൊലപാതകത്തിന് കാരണം. പ്രത്യേകിച്ചും ഇന്നലെ രാത്രി അങ്ങനെ തർക്കം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ കൂടി അത് പരിഹരിച്ച് രമ്യതയിലാക്കിയാണ് ഇരുവരും ഉറങ്ങാൻ പോയത്. പക്ഷെ ഇന്ന് രാവിലെ ഉണർന്നപ്പോൾ ഈ 15-കാരൻ, അതായത് കൊലപാതകത്തിൽ പ്രതിയായ കുട്ടി, അവൻ പല്ല് തേച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവന് ഇന്നലെ കിട്ടിയ ഇടിയുടെ നോവ് അസഹനീയമായി തോന്നി. അതിനുശേഷമാണ് അതിൽ പ്രകോപിതനായാണ് എന്റെ മുഖത്തിടിച്ചവൻ എവിടെ എന്ന് പറഞ്ഞ് അലറിക്കൊണ്ടാണ് ഈ ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ചുറ്റിക എടുത്തുകൊണ്ട് ഈ അങ്കിത് എന്ന് പറയുന്ന മരിച്ച കുട്ടിയുടെ തലയ്ക്ക് അടിച്ചത്. അവൻ ഉറങ്ങുകയായിരുന്നു. ആ സമയത്ത് രാവിലെ ഏകദേശം 6:30 മണിയോട് കൂടിയാണ് കുറ്റകൃത്യം നടന്നിട്ടുള്ളത്. എന്തായാലും ഇന്നലെ രാത്രി രമ്യതയോട് കൂടി പോയിരുന്ന ഒരു പ്രശ്നം തന്നെയായിരുന്നു. വളരെ ചെറിയൊരു പ്രശ്നമായിരുന്നു കുട്ടിയെ ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്കിത UP സ്വദേശിയാണ്. ഇവിടെ ഇരിങ്ങാലക്കുടയിലാണ് കുറെ വർഷമായി കുടുംബം തന്നെ താമസിക്കുന്നത്. 2023 മുതൽ ഈ ചിൽഡ്രൻസ് ഹോമിൽ അന്തേവാസിയുമാണ്. അതേസമയം പ്രതിയായ കുട്ടി 1 മാസമേ ആയിട്ടുള്ളൂ ഇവിടെ എത്തിയിട്ട്. ഇവർ തമ്മിൽ നേരത്തെ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. മാത്രമല്ല ഈ പ്രതിയായ കുട്ടി ഇത്തരം പ്രശ്നക്കാരനായിരുന്നു എന്നുള്ള തരത്തിലുള്ള വിലയിരുത്തലുകളൊന്നുമില്ല. അങ്ങനെ ആരും അസസ് ചെയ്യുന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ 12 വയസ്സിന് മേലെയുള്ള കുട്ടിയാണ്, 15 വയസ്സുണ്ട്. അതുകൊണ്ട് തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള എല്ലാ ശിക്ഷാ നിയമങ്ങളും ശിക്ഷയും ഇവന് അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെയാണ്. അങ്ങനെയാണ് നിയമം. 12 വയസ്സുള്ള ഒരു കുട്ടിയെ കുറ്റം ചെയ്താൽ അതിന്റെ ശിക്ഷയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായി അവനായിരിക്കും. പക്ഷെ കെയർടേക്കർമാരുണ്ടായിരുന്നു. അവർ ഏത് തരത്തിലായിരുന്നു ആക്ട് ചെയ്തിരുന്നത്, അവരുടെ ഉത്തരവാദിത്വം കൂടി ഞാൻ പരിശോധിക്കും. എന്നാൽ പോലും ശിക്ഷാ നടപടികൾ ഇളവ് ലഭിക്കുന്നതിലോ അല്ലെങ്കിൽ ഈ കുട്ടികൾ കുറ്റം ചെയ്തതിലേക്കോ ഒന്നും ഇവരുടെ ഉത്തരവാദിത്വം നയിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ അങ്കിത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വരേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. രാവിലെ അങ്കിത്തിന് ഇതുപോലെ ചുറ്റിക കൊണ്ട് അടിയേറ്റ സമയത്തും മാരകമായ അടിയായിരുന്നു. ആ സമയത്ത് തന്നെ അങ്കിത് ബോധരഹിതനായി വീഴുകയും ആശുപത്രിയിലേക്ക് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. അതുപോലെ
കമ്മീഷണറും ഈ വിഷയത്തിൽ ഇങ്ങനെ തന്നെയാണ്. ജുവനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള എല്ലാ ശിക്ഷാ നടപടികളും അനുഭവിച്ചേ മതിയാകൂ. അതാണ് ഈ 15-കാരന്റെ നേരെ അതാണ് 15-കാരന്റെ നേരെ ഉപയോഗപ്പെടുത്താൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ 17-കാരനും രണ്ടുപേരും പ്രായപൂർത്തിയാകാത്ത ആളുകളാണ്. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂർ ചിൽഡ്രൻസ് ഹോമിൽ 17-കാരനെ 15-കാരൻ അടിച്ച് കൊലപ്പെടുത്തിയ സംഭവം ഇന്ന് രാവിലെയാണ് പുറത്തു വന്ന സംഭവത്തിൽ ചിൽഡ്രൻസ് ഹോമിലെ കെയർ ടേക്കർമാർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിക്കേണ്ടതാണ്.